എൻ്റെ പേര് ഡോക്ടർ ക്രിസ്റ്റോ റസാലൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക്സ് പ്രൊഫസറായി ജോലി ചെയ്തു, റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഞാൻ ദേവസ്വം ബോർഡ് ജംഗ്ഷനിലുള്ള ഡോക്ടർ സായി ഗണേഷ് മെഡിക്കൽ സെൻ്ററിൽ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യനായിട്ട് പ്രവർത്തിക്കുന്നു. മുണ്ടിനീരിനെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാം. മുണ്ടുനീര് അഥവാ മംസ് എന്ന് പറയുന്ന അസുഖം സാധാരണയായി കുഞ്ഞുങ്ങളിൽ കാണുന്നതാണ്. അത് നമുക്ക് MMR വാക്സിൻ കൊടുത്ത് രോഗപ്രതിരോധ ശക്തി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും. സാധാരണയായി 9 മാസത്തിലും 15 മാസത്തിലും പിന്നീട് 5-ാം വയസ്സിലും ഈ വാക്സിൻ കൊടുക്കാറുണ്ട്. ഈ വാക്സിൻ നൽകുകയാണെങ്കിൽ മുണ്ടുനീര് വരാനുള്ള സാധ്യത വളരെയധികം കുറയും. പിന്നീട് നമ്മൾ ശരിയായിട്ടുള്ള ശുചിത്വം പാലിക്കുകയും ഈ രോഗമുള്ള വ്യക്തികളുടെ അടുത്ത് പോകാതിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഡ്രോപ്ലെറ്റ് അഥവാ ഉമിനീര് തുമ്മുമ്പോഴും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ ഈ മുണ്ടുനീരുള്ള രോഗികളിൽ നിന്ന് പുറത്തേക്ക് വായുവിൽ വരുന്ന ഈ അണുക്കളെ ശ്വസിച്ചിട്ടാണ് അസുഖം ഉണ്ടാകുന്നത്. ഇതൊരു വൈറസ് അസുഖമാണ്. അതുകൊണ്ട് ഇതിന് ആൻറ്റിബയോട്ടിക്സ് ഒന്നും ഫലപ്രദമല്ല. ഈ മുണ്ടുനീര് സാധാരണയായി കുഞ്ഞുങ്ങളുടെ ഈ കവിളിൽ ഉള്ള പരോട്ടിഡ് ഗ്ലാൻഡിനെയാണ് ബാധിക്കുന്നത്. വേദന കൂടുതലുണ്ടെങ്കിൽ നമുക്ക് തണുത്ത വെള്ളം തുണിയിലോ പഞ്ഞിയിലോ മുക്കി അവിടെ അപ്ലൈ ചെയ്തിട്ട് അല്പം വേദന കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വേദന സംഹാരികളും നമുക്ക് നൽകി വേദന കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അണുക്കൾ കിട്ടിയാൽ സാധാരണ 2 ആഴ്ചയിൽ ഈ രോഗം പ്രകടമാകും. നീര് കണ്ട് തുടങ്ങുന്നത് മുതൽ 5 ദിവസം രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. ഒരു സൈഡിൽ ഒരു 4-5 ദിവസം നീര് നിൽക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മറ്റേ സൈഡിലും അതുപോലെ വന്നാൽ വീണ്ടും 4-5 ദിവസം ആ സൈഡിലും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പ്രധാനമായിട്ട് ഈ രോഗം വന്നാൽ 2 ആഴ്ചത്തെ വിശ്രമം ആവശ്യമാണ്. ഇത് ആന്തരിക അവയവങ്ങളെ പാൻക്രിയാസ് അല്ലെങ്കിൽ ഓവറി അല്ലെങ്കിൽ ടെസ്റ്റിസ് ഇതിനെയൊക്കെ ബാധിക്കാം. അപ്പോൾ വിശ്രമം ഇതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ വായിൽ ചെറിയ ചൂട് ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നതും നല്ലതാണ്. ഇങ്ങനെ നമുക്ക് വാക്സിൻ കൊടുത്തും മറ്റ് ശുചിത്വം പാലിച്ചും ഈ രോഗം പടരാതിരിക്കാനും മറ്റുള്ളവർക്ക് ലഭിക്കാതെ ഇരിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും.